ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ടു അനദർ ഗെയിം പ്ലേ വീഡിയോ. ഇന്ന് നമ്മൾ കളിക്കുന്ന ഗെയിമിൻ്റെ പേരാണ് ബർഗർ സിമുലേറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബർഗർ കട. ബി ബർഗർ എന്നാണ് നമ്മുടെ ബർഗർ കടയുടെ പേര്. ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്ന സാധനങ്ങളാണ്. അതായത് നമ്മുടെ ബർഗർ കടയിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാഫുണ്ട്, അല്ല 2 സ്റ്റാഫുണ്ട്, പിന്നെ ഇത്ര സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ പിന്നീട് എക്സ്പാൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പൊട്ടാറ്റോ ഫയർ നമുക്ക് വെക്കണം. പിന്നെ ഇത്രയും വലിയ റൂമിൽ 2 ടേബിളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിലുള്ളത്. പിന്നെ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, കപ്പ് കണ്ടോ, ഇത് കൊക്കക്കോള കൊടുക്കാനുള്ള കപ്പുകളാണ്. അപ്പോൾ ഇവിടെ ഫുള്ളായതുകൊണ്ട് നമുക്കിവിടെ വെക്കാൻ പറ്റില്ല. ഇതിങ്ങനെ നിറച്ച് വെക്കണം. അപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മുടെ സ്റ്റോക്കർ ആണ്. സാധനങ്ങൾ സ്റ്റോക്ക് വരുമ്പോൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന പുള്ളി. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബർഗർ. നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്നത് കോക്ക്, അതായത് കൊക്കക്കോള ഉണ്ട്, പാറ്റി ബർഗർ ഉണ്ട്, അതേപോലെ ബി ബർഗർ ഉണ്ട്. മെനു പർച്ചേസ്, ഫ്രഞ്ച് ഫ്രൈസ് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ $60 കൊടുത്ത് നമ്മൾ $8 ഉള്ളൂ. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടാറ്റോ ഫയർ നമ്മൾ സ്ഥാപിക്കേണ്ടി വരും. അപ്പോഴേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ, ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ ഷിഫ്റ്റ് നമുക്ക് തുടങ്ങാം, കട ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, ലാഭം ഉണ്ടാകുന്ന പൈസയും കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ബാക്കി $5 25 കൊടുക്കണം. ഓക്കെ, ചേഞ്ച്. ഓക്കെ, അയാളുടെ ഓർഡർ എടുത്തു. പാറ്റി ബർഗറാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്കും പാറ്റി ബർഗർ വേണം. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഓർഡർ എടുത്തു കഴിഞ്ഞിട്ട് അവർക്കുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇയാൾക്ക് ഒരു ബി ബർഗറും അതേപോലെ കോക്കുമാണ് വേണ്ടത്. ഇയാളുടെ കാർഡാണ്. അപ്പോൾ പൈസ നമുക്ക് വേണ്ടത്ര പൈസ എടുത്തിട്ട് വിട്ടേക്കണം, അവിടെ ഇരിക്കും. 133 സെക്കൻഡ്, 52 സെക്കൻഡൊക്കെ, ഒരു 150 സെക്കൻഡൊക്കെ ഒരു സ്റ്റാഫ് നിൽക്കുള്ളൂ. അത് ഇൻറ്റേൺ ആയിട്ട് വരുമ്പോൾ, അതായത് ഇൻറ്റേൺ ആയിട്ടാണ് വരുന്നത് അവർ. മീൻസ് പൈസ കൊടുക്കണ്ട നമ്മൾ, അങ്ങനെ എന്തോ ആണ്. പർച്ചേസ് ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി ഫ്രോം ദ മെനു ബോർഡ് അറ്റ് ദ കൗണ്ടർ. അപ്പോൾ ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ $23 ഉണ്ട്. അപ്പോൾ റെഡിയായ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവരിവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതുവരെ വന്ന ഓർഡർ നമുക്ക് കൊടുക്കാം. നമുക്കൊരു പാറ്റി ബർഗർ ഉണ്ടാക്കണം, അത് കൊടുത്തു. ഇനി ബാക്കി ഇവൻ കണ്ടോ, ഇവൻ ഇങ്ങനെ സ്റ്റോക്കിംഗ് ഒക്കെ ചെയ്തോളും. ഇവൻ ഇനി ഒരു 84 സെക്കൻഡ് കൂടി ഉണ്ട്. അത്രയും സെക്കൻഡ് അവൻ സ്റ്റോക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ ഇവിടെ എപ്പോഴും ഫിൽഡ് ആയിരിക്കണം, റെഡി ആക്കിയിരിക്കണം. ഇത്രയും ആൾക്കാരുടെ ഓർഡറും കൂടെ എടുത്തിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. $4.07. ഓക്കെ, അപ്പോൾ അവർ ഇനി ഓർഡറിന് വെയിറ്റ് ചെയ്യും. നമ്മൾ ഈ ടേബിളൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ടിപ്പും വെച്ചിട്ടുണ്ടാവും ടേബിളിൽ വന്ന കസ്റ്റമേഴ്സ്, അത് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? റെഡിയായി, 2 സാധനം റെഡിയാണ്. ഓക്കെ, ലെവലപ്പ് ആയി, നമ്മൾ ലെവൽ 8 ആയി. അപ്പോൾ നമുക്ക് ലെവൽ 8 എപ്പോൾ കിട്ടിയത്? കസ്റ്റമർ സ്പോൺ ടൈം റെഡ്യൂസ് ആയിട്ടുണ്ട്, അതായത് ഇനി കുറച്ച് പതിയെ വരുള്ളൂ. പിന്നെ കാഷ്യർ അൺലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാഷ്യറിനെ വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് കാഷ്യർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പോയി ഹയർ ചെയ്താൽ മാത്രം മതി. ഇനി തെറ്റിപ്പോയി, വെച്ചത് തെറ്റിപ്പോയി. ഓക്കെ, അത് റെഡിയായി. ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടാവുമല്ലോ, വേറെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് കാഷ്യറിനെ ഹയർ ചെയ്യാം. കാഷ്യർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ കാഷ്യറിനെ ഹയർ ചെയ്തു. $5 കൊടുത്ത് കാഷ്യറിന് നമ്മൾ വർക്ക് ഫോർ അവർ. ഇതെന്താ ഹയർ ആവാത്തത്? അറിയുന്നില്ലല്ലോ. ഹയർ മീ എന്ന് പറയുന്നുണ്ട്. ഇത് എത്രയാണ്? നമുക്ക് സ്ഥിരം വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് വേണ്ടത്. അപ്പോൾ ഇവരൊന്നും വേണ്ട. മീൻസ് ഈ ഒരാൾ സ്ഥിരം വർക്ക് ചെയ്യും, പക്ഷെ ഹയർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് തൽക്കാലത്തേക്ക്. നമുക്ക് അതുകൊണ്ട് തൽക്കാലം ഇവനെ നമുക്ക് ഹയർ ചെയ്യാം. ഫ്രീ ആയിട്ട് ഹയർ ചെയ്യാം. ഫ്രീ ആയിട്ട് ഹയർ ചെയ്യുന്ന ആൾക്കാരാണ് ഗൈസ് ഒരുപാട് നേരം നിൽക്കുക, അല്ല ഒരുപാടല്ല, കുറച്ച് സമയത്തിൽ നിൽക്കുക. പിന്നെ സ്റ്റോക്കർ പോയി. ഇവനെ $40 കൊടുത്ത് ഹയർ ചെയ്താൽ 150 സെക്കൻഡേ നിൽക്കുള്ളൂ. സ്റ്റോക്കിംഗ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം. ക്ലീനിങ് സ്റ്റാഫിന് നമുക്ക് ഹയർ ചെയ്യാൻ 40 വേണം. $40, അതിന് ആകെ $51 ഉള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഹയർ ചെയ്യാം. പക്ഷേ അറിയാതെ ഹയർ ചെയ്ത് പോയി. ഓക്കെ, എന്തായാലും ക്ലീനിങ് ഒക്കെ അയാൾ നോക്കട്ടെ. കാഷ്യർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പണി ഇനി ഇവൻ നോക്കിക്കോളും. നമുക്ക് എന്തെന്ന് വെച്ചാൽ
ഓർഡർ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അവൻ കുറച്ച് നേരത്തേക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തോളും. പിന്നെ സ്റ്റോക്കിങ്ങിൻ്റെ കാര്യം നമുക്ക് തന്നെ നോക്കാം. സ്റ്റോക്കിങ്ങിൻ്റെ കാര്യം പേപ്പർ കപ്സ്, ഇതൊക്കെ പേപ്പർ കപ്സാണ്. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ആ സൈഡിലോട്ട് മാറി നിൽക്കട്ടെ. പിന്നെ ചീസ് നമുക്കിവിടെ സ്റ്റോക്ക് ചെയ്യാം. പിന്നെ ഇതെന്താ ബർഗർ. ഓക്കെ 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 ഇവിടെ ഒരു പൊട്ടാറ്റോ ഫ്രൈ വേണം. അപ്പോൾ നമ്മളിനി ഓർഡർ ഉണ്ടാക്കുന്ന കാര്യം നോക്കാം മെയിനായിട്ട്. ചേട്ടാ തെറ്റിപ്പോയി. റെഡി. നമുക്ക് പുറത്തോട്ടേക്കൊന്ന് പോയി നോക്കാം. പുറത്തെന്താണ് അവസ്ഥ എന്ന് നോക്കാം. ക്ലീനിങ്ങും നോക്കാൻ ആളുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, സ്റ്റോക്കറിനെ കൂടെ വെച്ചാൽ പണി എളുപ്പമായി. പക്ഷെ നമ്മളിൽ $33 ഉള്ളൂ. പക്ഷെ ഇയാളെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് എന്താ അറിയില്ല, ഇയാളെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു കാഷ്യറിനെ, സ്ഥിരം നിൽക്കുന്ന കാഷ്യറിനെ, അത് കിട്ടിയ നമുക്ക് ഉപകാരമായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കടയുടെ ചുറ്റുപാടുകൾ. നമുക്കിവിടുത്തെ ടിപ്സൊക്കെ എടുക്കാം. നമ്മുടെ ടേബിളിൽ ടിപ്സ് വെച്ചിട്ടുണ്ടാവും ആൾക്കാർ, കസ്റ്റമേഴ്സ്. നമ്മുടെ പാറ്റീസ് 11 ഉണ്ട്. 30 വെക്കാൻ പറ്റുക ഒരു റാക്കിൽ. ഇപ്പോൾ 11 ഉണ്ട്. പേപ്പർ കപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്കിപ്പോൾ എന്തെങ്കിലും സ്റ്റോക്ക് കുറവുണ്ടോ നോക്കാം, എന്നിട്ട് അത് ഓർഡർ ചെയ്യാം. പേപ്പർ കപ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി നമ്മൾ പർച്ചേസ് ചെയ്യാൻ $60 വേണം. ഓക്കെ, അപ്പോൾ $60 വാങ്ങിയാലേ ഉണ്ടാക്കിയാലേ നമുക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്? ഓ ഗൈസ്, ബർഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റെഡി. അപ്പോൾ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ് $82 അങ്ങനെ ഡേ 7. അടുത്ത ദിവസമായെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ ദ വേ ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങണം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മെനു വാങ്ങണം. ഓക്കെ, അപ്പോൾ ഓർഡർ ഇവൻ എടുത്തോളും. ആൻഡ് പിന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ പ്രൈസ് കൂട്ടാം ഗൈസ്. ബീ ബർഗറിൻ്റെ പ്രൈസ് നമുക്ക് കൂട്ടാം. മാക്സിമം ഇട്ടാലോ വാങ്ങും ആളുകൾ. ഓക്കെ, എന്തായാലും നമ്മൾ മാക്സിമം ഇട്ടിട്ടുണ്ട്. നോക്കാം, നമുക്ക് കോക്കിൻ്റെ പ്രൈസും കൂട്ടാം. മാക്സിമം കൂട്ടാം ഗൈസ്. കൂടുതൽ കൂട്ടണമെങ്കിൽ കണ്ടോ, നമുക്ക് എന്തോ വേണം. ഈ സംഭവം കണ്ടോ, അത് വേണം. ഓക്കെ, നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്, നമുക്ക് ഉണ്ടാക്കാം. ലെവൽ 9 ആയി. കസ്റ്റമർ സ്പോൺ ടൈം റെഡ്യൂസ് ആയിട്ടുണ്ട്. റെഡി കട്ടത്. ഈ കേഷർ ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ്. നമ്മൾ ഈ ബർഗർ ഉണ്ടാക്കുന്ന പണി മാത്രം നോക്കിയാൽ മതി. അവൻ പോയോ ഗൈസ്? പോയോ? ഇല്ല, അവനിപ്പോൾ പോയി. 22 സെക്കൻഡ് കൂടി അവനുള്ളൂ. സ്റ്റോക്കറിനെ ഹയർ ചെയ്യണോ? സ്റ്റോക്കറിന് വേണ്ട, നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എന്ത് ചെയ്യാം, ഫ്രഞ്ച് ഫ്രൈസും കൂടെ കൊണ്ടുവരാം. ഫ്രഞ്ച് ഫ്രൈസും കൂടെ കൊണ്ടുവന്നിട്ട് ബാക്കി ഹയർ ചെയ്യുന്ന പരിപാടിയൊക്കെ നോക്കാം. ഫ്രഞ്ച് ഫ്രൈസ് നമ്മളിവിടെ നിന്ന് വാങ്ങണം. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പ്രൈസ് മാക്സിമം തന്നെ വെച്ചേക്കാം, എന്നാലേ നമുക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ എന്ത് വാങ്ങണം? പൊട്ടാറ്റോ ഫ്രയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അവൻ പോയി ഗൈസ്. അവന് നമ്മളിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇവിടെ ഉണ്ടായിരുന്നു, അവൻ പോയി. ബാക്കി 44 ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, ഇവരിവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ച് ഓർഡർ ഉണ്ട്, അതൊക്കെ ചെയ്യണം. ഓർഡറൊക്കെ പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കാം നമുക്ക്. റെഡി. പാറ്റി ബർഗർ വേണം. റെഡിയില്ല. അടുത്ത പാറ്റി ബർഗർ വേണം. അടുത്ത സാധാ ബീ ബർഗർ വേണം. അയ്യോ, നമുക്ക് കുറച്ച് കോക്ക് വേണം. ഇതൊന്ന് സെറ്റ് ചെയ്യണം. വെയിറ്റ്. പിന്നെ റെഡി. ഓക്കെ, ലെവലപ്പായി. നമ്മളിപ്പോൾ പിക്കപ്പ് ഡെസ്ക് അൺലോക്ക് ആയിട്ടുണ്ട്. റെഡ്യൂസ് കസ്റ്റമർ സ്പോൺ ടൈം. പിക്കപ്പ് ഡെസ്ക് എന്താണെന്നറിയില്ല. അപ്പോൾ റെഡിയായ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ ഗൈസ്, ഹാംബർഗർ കഴിഞ്ഞു. ഓക്കെ, അയ്യോ, നമ്മളിനി ബർഗർ ഓർഡർ ചെയ്യണം. പെട്ടെന്ന് ഓർഡർ ചെയ്യാം. ഇവരുടെ ഓർഡറൊക്കെ ഒന്ന് എടുക്കാം നമുക്ക്. ഇവരുടെ ഓർഡർ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. വൈകുന്നേരം ആവാനായി ഗൈസ്. വൈകുന്നേരം ആവുന്നുണ്ട്, അതായത് ഷോപ്പ് അടയ്ക്കാൻ സമയമായി. അപ്പോൾ എന്തൊക്കെയോ പാക്കേജസ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഹാംബർഗർ വന്നിട്ടുണ്ട്. ഹാംബർഗർ പോയി എടുക്കാം. ഹാംബർഗർ എടുത്തിട്ട് വന്നിട്ട് ഫില്ല് ചെയ്തിട്ട് ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞിട്ട് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. റെഡി. ഇനിയുണ്ട് ഗൈസ്. അടുത്ത ഹാംബർഗറിൻ്റെ പെട്ടി എടുത്തിട്ട് വരാം.
അയ്യോ ഇവിടെ അല്ല, ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. കമോൺ. ഓക്കെ, അത് റെഡി. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ചീസ് എടുത്തിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ ചീസിൻ്റെ പെട്ടി കഴിഞ്ഞു. ചീസിൻ്റെ പെട്ടി ഇവിടെ കളയാം. ഇനി നമുക്ക് ഷോപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം തീർക്കാം. ഹാംബർഗർ നമുക്ക് നിറച്ച് വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള ഹാംബർഗർക്ക് പുറത്തുതന്നെ നിൽക്കട്ടെ. എന്നാൽ സ്റ്റോക്കറിന് ആരെങ്കിലും ഹയർ ചെയ്യണോ? വേണ്ട. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം തീർക്കാം അല്ലേ? ഓക്കെ, ഇന്നത്തെ ദിവസം നമുക്ക് തീർക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഫിറ്റ് $32. പിന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് വാങ്ങാമെന്ന് തോന്നുന്നു. ഇത് പൊട്ടാറ്റോ ഫയർ $80 കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇപ്പോൾ പൊട്ടാറ്റോ ഫയർ വരും. അത് വന്നിട്ട് വേണം നമുക്ക് ഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ. ഓക്കെ, കമോൺ. ഓക്കെ, പൊട്ടാറ്റോ ഫയർ വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ഫയർ നമുക്ക് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഓക്കെ, റെഡി. ഇനി കുറച്ച് പൊട്ടാറ്റോ വാങ്ങേണ്ടി വരുമല്ലോ ഗൈസ്. നമുക്ക് പൊട്ടാറ്റോ വാങ്ങാൻ പറ്റുമോ? യെസ്, ഫ്രൈഡ് പൊട്ടാറ്റോ നമുക്ക് ഒരു പൈസ കൂടില്ല ഗൈസ്. അത് വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. നമുക്കതിന് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കട തുറന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഓർഡർ വരുന്നതെന്ന് നോക്കാം. ഇയാൾക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ബർഗറും പിന്നെ കോക്കും വേണം, കൊക്കക്കോളയും വേണം. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഗൈസ് വരിക. അപ്പോൾ നമുക്ക് കുറച്ച് ടാസ്ക് കൂടും. ഓക്കെ, എന്തായാലും അവരുടെ ഓർഡർ നമുക്ക് റെഡിയാക്കി കൊടുക്കാം. പാറ്റി ബർഗറാണ് ആദ്യം പറഞ്ഞത്, അത് റെഡിയായി. പിന്നെ സാധാ ബീഫ് ബർഗറും പിന്നെ കോക്കും, പിന്നെ അതിന് നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ നമുക്ക് വാങ്ങാം. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് പൊട്ടാറ്റോ നമുക്ക് വാങ്ങാം. ഫ്രൈഡ് പൊട്ടാറ്റോ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എത്തുകയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് എന്തായാലും അടുത്ത ഓർഡറുകൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് ഇടുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നതുവരെ ബൈ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.